ഹായ് എവ്രി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നു. ടീമെ പരീക്ഷയ്ക്കൊക്കെ പഠിച്ചു തുടങ്ങിയോ? കുറച്ച് ആൾക്കാരെങ്കിലും പഠിച്ചു തുടങ്ങിക്കാണും. മറ്റ് മെജോറിറ്റി ആയിട്ടുള്ളവരെല്ലാവരും ഇങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പഠിക്കണം, ഏത് ഡെപ്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭയപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയായിരിക്കും. നിങ്ങളാരും വരി ചെയ്യേണ്ട. നിങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. മഞ്ജുലാസ് നഴ്സസ് ലേണിംഗ് ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് 250-ൽ പരം തിയറി വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആ ഏരിയാസിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻ്റാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം എഫേർട്ടിൽ മാക്സിമം സക്സസ്, ആ രീതിയിലാണ് നമ്മളതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് 250 തിയറി കോണ്ടൻറ്റ് വീഡിയോസ് ഉണ്ട്, 2000-ൽ പരം MCQ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം PDF-ഉം ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് തന്നെ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 5999 ആണ് ഇതിൻ്റെ റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് വാലിഡ് ഫോർ 6 months. എന്തേ ഞെട്ടിയില്ലേ? അപ്പോൾ വരൂ, നമുക്കിന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു COPD പേഷ്യൻ്റ് ഉണ്ട്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സിജൻ ഡെലിവറി ഡിവൈസസ് ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു യൂസ് ഇനീഷ്യലി? നോൺ റീബ്രീതർ മാസ്ക് അറ്റ് 15 liters per minute, simple face mask at 6 to 10 liters per minute, nasal cannula at 2 to 4 liters per minute, Venturi mask set at 24 to 28% oxygen concentration. ഇതിൻ്റെ ഉത്തരം എന്താണ്? കിട്ടിയോ? ഉത്തരം ഡി, വെഞ്ചൂരി മാസ്ക് സെറ്റ് അറ്റ് 24 to 28% ഓക്സിജൻ കോൺസെൻട്രേഷൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ COPD പേഷ്യൻസിന് അവരുടെ റെസ്പിറേറ്ററി ഡ്രൈവ് എന്ന് പറയുന്നത് ഹൈപ്പോക്സിയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈപ്പോക്സിക് ഡ്രൈവ് അങ്ങ് പോവും. എന്നിട്ട് അവരുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്ത് ഒരു ഹൈപ്പർ കാർബിയ സ്റ്റേജിലേക്ക് പോകാനും റെസ്പിറേറ്ററി ഡിസ്ട്രസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും 2 liters എന്നാണ് പറയുക, 2 liters ഓക്സിജൻ വേണം നമ്മളെപ്പോഴും സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഓക്സിജൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് വെഞ്ചൂരി മാസ്കിലാണ്. ഓക്കെ, നേസൽ ക്യാനിൽ മറ്റ് ഏത് രീതിയിലും നമ്മൾക്ക് കൊടുക്കാം, പക്ഷേ സംടൈംസ് ഇറ്റ് മേ ബി മോർ, ദ ഓക്സിജൻ ദറ്റ് യു ആർ ഡെലിവറിങ് ഈസ് മോർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ ആണല്ലോ ഡ്രൈവ് എന്ന് പറയുന്നത്, റെസ്പിറേറ്ററി ഡ്രൈവ് എന്ന് പറയുന്നത്, അതങ്ങ് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ടാണ് നമ്മൾ COPD പേഷ്യൻസിന് വളരെ കെയർഫുള്ളായിട്ട് 2 liters ഓക്സിജൻ പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡിവൈസാണ് വെഞ്ചൂരി മാസ്ക്. So for more such contents, please subscribe to our channel and like, share and comment. Thank you.